ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് സിറ്റിയിൽ നിന്നും ഏകദേശം 20 കിലോമീറ്റർ ദൂരെയുള്ള പുതുക്കുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ തിരുവനന്തപുരത്തെ പുതുക്കുളങ്ങര എന്ന് പറയുന്ന ഈ സ്ഥലത്ത് സെലസ്റ്റിയൽ സിറ്റി എന്ന് പറയുന്ന ഒരു സീനിയർ സിറ്റിസൺസ് ഹോം എന്ന് തന്നെ പറയാം അല്ലേ? അപ്പോൾ ആ സീനിയർ സിറ്റിസൺസ് ഹോമാണ് ഈ കാണുന്നത്. ഏതാണ്ട് ഒരു 4 ഏക്കർ സ്ഥലത്ത് 10-30 ആൾക്കാർക്ക് സൗകര്യപ്രദമായിട്ട് താമസിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും സജ്ജീകരിച്ചുകൊണ്ട്. അപ്പോൾ ഇതിൻ്റെ നെടുന്തൂണായിട്ട് പ്രവർത്തിക്കുന്നത് ഗീത ടീച്ചർ, അതേപോലെ തന്നെ ലേഖ ടീച്ചർ. ഗീത ടീച്ചറാണ് ഈ ഒരു ട്രസ്റ്റിൻ്റെ സെക്രട്ടറി. ഇന്നിപ്പോൾ പ്രസിഡൻറ്റും ട്രഷററും ഒന്നും സ്ഥലത്തില്ല. പിന്നെ ഞങ്ങൾ ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഗീത ടീച്ചറോട് ചോദിച്ച് മനസ്സിലാക്കാം. ടീച്ചറെ, അപ്പോൾ ഈ ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാവോ? ഇതൊരു ട്രസ്റ്റാണ്. കൂടുതലും റിട്ടയർ ചെയ്ത കോളേജ് അധ്യാപകരാണ് കൂടുതലും ഉള്ളത് എന്നേ ഉള്ളൂ. എല്ലാവർക്കും വേണമെങ്കിലും പ്രവേശനമുണ്ട്. പക്ഷെ ഒരു സമാന മനസ്കരായിരിക്കണം എന്നുള്ളതുണ്ട്. ഓക്കെ. കാരണം ഇതൊരു പ്രോഫിറ്റ് മോട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. ഇതൊരു സർവീസ് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള. ഞങ്ങൾ ആദ്യം ടീച്ചേഴ്സിന് വേണ്ടി മാത്രം എന്നുള്ള രീതിയിലാണ് ആരംഭിച്ചത്. പക്ഷേ നോക്കിയപ്പോൾ ഒത്തിരി പേർക്ക് ഇതിന്റെ ആവശ്യമുണ്ട്. നമ്മൾ അവരെ കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ആദ്യം ഒരു ട്രസ്റ്റ് ഫോം ചെയ്തു. അതിനുശേഷം ഞങ്ങൾ 24 അപ്പാർട്ട്മെന്റ് ഉള്ള ഈ ഒരു ബിൽഡിംഗ് ആണ് ആദ്യം ചെയ്തത്. അപ്പോൾ ആദ്യം 24 അപ്പാർട്ട്മെന്റ് ഉള്ളതാണ് നമ്മൾ ഈ കാണുന്ന ബിൽഡിംഗ്. അപ്പോൾ ഇതിന്റെ പുറകിൽ ഇപ്പോൾ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരാൾക്ക് ഒന്ന് ഓക്കുപൈ ചെയ്യണമെങ്കിൽ ഉള്ള അത്യാവശ്യ കാര്യങ്ങൾ ഒന്ന് പറയാമോ? നമുക്ക് എങ്ങനെയാണ് ഇത് വരുന്നത്? ഇതിപ്പോ ഉള്ളത് 24 അപ്പാർട്ട്മെന്റ്സ് ആണ്. അടുത്തതിനകത്ത് വരുന്നത് 38 അപ്പാർട്ട്മെന്റ്സ് പുതിയതിൽ വരുന്നുണ്ട്. അതില് സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, 1 BHK ടൈപ്പ് ഉണ്ട്. ഈ സ്റ്റുഡിയോ തന്നെ 3 ടൈപ്പ് ഉണ്ട്. സ്റ്റുഡിയോ ഡീലക്സ് ഉണ്ട്, സ്റ്റുഡിയോ ഉണ്ട്, പിന്നെ സൂപ്പർ ഡീലക്സ് എന്നുള്ളത് തീർന്നു കഴിഞ്ഞു ഞങ്ങളുടെ. പിന്നെ പിന്നീടുള്ളത് ഒരു 1 BHK ടൈപ്പ് ആണ്. അപ്പോൾ ഒരു 1 BHK ടൈപ്പ് നമുക്ക് ഓക്കുപൈ ചെയ്യണമെങ്കിൽ ഇപ്പോൾ എത്രയാണ് അതിന്റെ ഒരു പേയ്മെന്റ് വരുന്നത്? 1 BHK എന്ന് പറയുമ്പോഴത്തേക്ക് നിയർലി 500 സ്ക്വയർ ഫുട്ട് ഏരിയ വരുന്നുണ്ട്. അതിന് 48 lakhs ആണ് നമ്മൾ എസ്റ്റിമേറ്റ് അനുസരിച്ച് നമ്മൾ മേടിക്കുന്നത്. അതൊരു 3 ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് തരേണ്ടത്. ആദ്യം ഒരു 15-20 ലക്ഷം രൂപ തരിക. കൺസ്ട്രക്ഷൻ അത് മുന്നോട്ട് പോകുന്തോറും നമ്മൾ ബാക്കി 2 ഇൻസ്റ്റാൾമെന്റുകളും വാങ്ങിക്കുന്നുണ്ട്. ആ രീതിക്കാണ് പോകുന്നത്. പിന്നെ ഈ പറഞ്ഞ സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റിന് സ്റ്റാർട്ടിങ് 36 ലക്ഷമാണ്. അത് 3 ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ്. അതിനൊരു 364 സ്ക്വയർ ഫീറ്റ് ആണ്. അപ്പൊ ഇതിനകത്തൊക്കെ നമ്മൾ നോക്കുമ്പോഴേ സാധാരണ ഫ്ലാറ്റുകൾ വാങ്ങിക്കുമ്പോൾ അൺഡിവൈഡഡ് ഏരിയ കൂടി കൂട്ടിയാണ് പറയുന്നത്. കോമൺ ഏരിയ ഞങ്ങൾ കോമൺ ഏരിയ ഇതിനകത്ത് കൂട്ടിയിട്ടില്ല. കൂട്ടാതെയാണ് അവർ താമസിക്കുന്ന ഏരിയ മാത്രമാണ് ഈ പറയുന്നത്. അതുകൂടെ ചേർത്താല് ഒത്തിരി വരും. കാരണം കോമൺ ഏരിയ ആണ് കൂടുതൽ ഇതിനകത്തുള്ളത്. പിന്നെ ഈ പറഞ്ഞ 364 കഴിഞ്ഞാൽ 383 ഉണ്ട്, 393 ഉണ്ട്. അപ്പോൾ ഇപ്പോൾ വേണമെങ്കിൽ ആൾക്കാർക്ക് എടുക്കാനുള്ള ഉണ്ട്. ഓക്കെ. അപ്പോൾ ടീച്ചർ പറഞ്ഞു വന്നത് അത്യാവശ്യ കാര്യങ്ങളെല്ലാം കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഏതായാലും കൊള്ളാം, വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രസ്ഥാനമായിട്ടാണ് ഇത് കാണുന്നത്. തീർച്ചയായിട്ടും ഏതായാലും ടീച്ചർ പുള്ളി ഫർണിഷ്ഡ് ആണ്, എല്ലാ സൗകര്യങ്ങളും നമ്മൾ കൊടുക്കുന്നു. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതാണ്ട് ഒരു 50-55 വയസ്സിന് മുകളിലുള്ള ജാതിമത ഭേദമന്യേ ആർക്ക് വേണമെങ്കിലും വന്ന് താമസിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഏതായാലും ഇത് തിരുവനന്തപുരത്ത് ഞങ്ങളിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം കേട്ടത്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള അധ്യാപകരൊക്കെ ഇവിടെയുണ്ട്, അല്ലാത്തവരും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്ന് വരിയിൽ നമുക്ക് ഈ ടീച്ചറുടെ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പങ്കുവച്ച ഗീത ടീച്ചർക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്കും, ഇപ്പോൾ എൻ്റെ കൂടെ ഒപ്പം വന്നിട്ടുള്ള രേഖ ടീച്ചറ്, പിന്നെ മാലിനി ടീച്ചറും രാംദാസും, അപ്പോൾ ഞങ്ങളിവിടെ ഒന്ന് ഒരുമിച്ചാണ് ഇത് കാണാനായിട്ട് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ അവർ തിരുവനന്തപുരത്ത് തന്നെ താമസിക്കുന്നവരാണ്. ഇവിടെ താമസിക്കുന്ന എല്ലാവർക്കും എല്ലായിടത്തും നല്ല വീടുകളും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ താമസിക്കാനുള്ള ഒരു സംവിധാനമായിട്ടാണ് ഇവിടെ ഇണക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും കൂടുതൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഗീത ടീച്ചറുമായിട്ട് നമുക്ക് ബന്ധപ്പെടാൻ സാധിക്കുന്നതാണ്. താങ്ക് യു ടീച്ചർ. താങ്ക് യു. ഇതിപ്പോൾ 2 റൂമാണോ? ഇതാണ് 1 BHK. എന്ന് പറയുന്നത് ഞങ്ങൾ ഇതാണ്. ഓക്കെ.
എല്ലായിടത്തും സ്ലൈഡിംഗ് ഡോർസ് ആണ്. പിന്നെ ഒരു ഇതുപോലെ ഒരു ചെറിയ ബാൽക്കണി എല്ലായിടത്തും ഉണ്ട്. പുറത്തോട്ട് ഒന്നിറങ്ങാൻ നമ്മുടെ പ്രകൃതി ഭംഗി മുഴുവൻ ഇവിടെ നോക്കിയാൽ കാണാം. ചുറ്റുപാടുമുള്ള കൃഷികളും അല്ലേ, ഏറെക്കുറെ അത്യാവശ്യം കൃഷികളൊക്കെ ഉണ്ട്. കിണറ് അതുപോലെ തന്നെ കണ്ടില്ലേ, കിണർ അവിടെയാണ്. കുളമുണ്ട് താഴെയായിട്ട്. ആ കുളത്തിലെ വെള്ളമാണ് നമ്മളെ കൃഷിക്കൊക്കെ ഉപയോഗിക്കുന്നത്. യോഗ നടക്കുന്ന യോഗയും ഇവിടെയാണ് നടക്കുന്നത്. യോഗ ചെയ്യും. അത്യാവശ്യം രാവിലെ എല്ലാവരും കൃത്യസമയത്ത് തന്നെ ഒന്ന് നടത്തും അല്ലേ? ഓക്കെ. പിന്നെ ഏത് ഈ കാണുന്നില്ലേ ഫ്രണ്ടില് നടുക്കൂടെ ഉള്ളത് കോറിഡോർ ഇങ്ങനെ വരുന്നത്, സെന്ററിൽ കൂടെ ഉള്ളത്. അതിന് ഇപ്പറേ വരുന്നത് ആ ലിവിംഗ് റൂമാണ് ആദ്യത്തത്. ഇപ്പുറത്ത് ബെഡ്റൂം. ഇത്രയും ഏരിയ വരുന്നു. അതായത് ഒരു നിയർലി 500 സ്ക്വയർ ഫീറ്റ് വരും. അത് ഇതിപ്പോൾ ഒരു വർഷം കൊണ്ട് പണി തീരുമായിരിക്കും അല്ലേ? വരും, 1.5 വർഷം. മൊത്തം എത്ര ഫ്ലാറ്റിനകത്ത് വരും? 38 എണ്ണം വരും. പുതിയതില് 38 എണ്ണം വരും. പഴയതില് 24. 24. 62 എണ്ണം മൊത്തം വരും. ഈ 38 എണ്ണവും നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഫർണിഷ് ചെയ്താണ് കൊടുക്കുന്നത്. എല്ലാ സൗകര്യങ്ങളും കാണും. ഇത് രണ്ടും തമ്മിൽ കണക്ട് ചെയ്യുന്ന കോറിഡോർ ഇങ്ങോട്ട് വരും. ഇങ്ങനെ വരും. അല്ല, ആദ്യത്തെ ദിവസം 2000 അല്ലേ? ഒരു 1 to 7 days. 7 days 2000. അത് 2000. കൂടുതൽ ദിവസം അവർ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞാൽ നമ്മൾ തീർന്നു എന്നുള്ള അല്ല, നമുക്ക് ഇനിയാണ് വേണ്ടത്. കാരണം ഇത്രയും കാലം നമ്മൾ ഒരു സിലബസിനകത്ത് നിന്ന് പഠിപ്പിച്ചു, വീട്ടിലെ കാര്യങ്ങൾ നോക്കി. പക്ഷെ ഇനി എന്തുവാണ്, നമുക്ക് ചെയ്യാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. പാട്ട് പാടാൻ താല്പര്യമുള്ള ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ഡാൻസ് ചെയ്യാൻ ഞങ്ങൾ ഡാൻസ് ഒക്കെ ചെയ്യൂല, ആരും കാണാനില്ലല്ലോ, നമ്മളല്ലേ ചെയ്യുന്നത്, നമ്മളല്ലേ കാണുള്ളൂ.